അയ്യോ, നിങ്ങളെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഈ തറവാട് തകർക്കാൻ ഒരുമ്പിട്ടിറങ്ങി അവളില്ലേ, നമ്മുടെ വൈകമോളെ എടുത്തോണ്ട് എങ്ങോട്ട് പോയി കളഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഏതൊരുമ്പിട്ടവള് കുഞ്ഞിനെടുത്തോണ്ട് പോയെന്നാ പറഞ്ഞേ? അവളാണോ ആ മൈഥിലി പിന്നെ ഇതിനകത്ത് വലിഞ്ഞു കയറിയോ? മൈഥിലിയല്ല, മീനാക്ഷി. ഓഹോ, അപ്പൊ മീനാക്ഷി ഇവിടെ പലർക്കും കൊള്ളരുതാത്തവളും ഒരുമ്പട്ടവളുമായി തീർന്നു. എന്റെ ഭാര്യയാണിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ ചെകിടടിച്ച് പൊളിച്ചനെ. ഇതിപ്പോ ചേച്ചിയായിപ്പോയി, എന്ത് ചെയ്യാനാ? എന്റെ മകന്റെ കുഞ്ഞിനെ കട്ടോണ്ട് മീനാക്ഷി പോയെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കാർക്കും ഒരു വികാരം തോന്നുന്നില്ലല്ലേ? കട്ടോണ്ട് പോയെന്നോ? കട്ടോണ്ട് പോവാൻ വൈകമോൾ എന്താ കമ്മലോ മാലയോ മറ്റോ ആണോ? അവൾ എന്നോടുള്ള പ്രതികാരം തീർക്കാൻ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. നശിച്ചവള്. മീനാക്ഷി അങ്ങനൊന്നും ചെയ്യില്ലമ്മേ. അമ്മ വെറുതെ അവളെ കുറ്റപ്പെടുത്തരുത്. ദേ, നീ അവളെ ന്യായീകരിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. എന്നുവെച്ചാ അവരവരുടെ അഭിപ്രായം പറയാൻ പാടില്ലേ ഇവിടെ? അതെന്താ ഇവിടെ അടിയന്തരാവസ്ഥയുണ്ടോ? അവള് കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ടാ പോയെന്ന് നീ കണ്ടോ മോളെ? അത് കുഞ്ഞിനെ കൊണ്ട് ഞാൻ ദേ ഇവിടെ ഇരിക്കായിരുന്നു. മൊബൈല് ബെല്ലടിച്ചപ്പോ ഞാനത് എടുക്കാനായിട്ട് പോയി. ആ തക്കത്തിന് അവൾ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം. ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഓടി. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ കണ്ണുകളിൽ അറിയാലോ സത്യങ്ങൾ. ചേച്ചി, ചേച്ചി മെന്നെ ഈ കഥകൾക്കൊന്നും ഒട്ടും ലോജിക്കില്ലല്ലോ. സംതിങ് റോങ്. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മീനാക്ഷി വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിപ്പോയപ്പോ അച്ഛൻ എവിടെയായിരുന്നു? അച്ഛൻ ആ സമയത്ത് ഉറങ്ങുമായിരുന്നു. ഇപ്പൊ അച്ഛൻ എവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയി. എന്റെ കാർത്തിമോൻ അവിടെ ഐസിയുല് കോമാ സ്റ്റേജിൽ കിടക്കുക. ആ സമയത്ത് ആ നശിച്ചവൾ ഈ ദ്രോഹം ചെയ്തല്ലോ എന്റെ ദൈവമേ. കാർത്തി, കാർത്തി. പലരും പറഞ്ഞപ്പോ ഞാനിത് വിശ്വസിച്ചില്ല, തലയെ കയറ്റിവെച്ചു. എന്നിട്ട് എന്റെ കൊച്ചുമോനെ കൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ചു. നശിപ്പിച്ചില്ലേ അവൾ എന്റെ തറവാടിനെ? അവൾ ആ മാധുരിയുടെ മകളാ, മാധുരിയുടെ മകള്.